ബീഹാർ മുഖ്യമന്ത്രിയും ജെ.ഡി.യു നേതാവുമായ നിതീഷ് കുമാർ എൻ.ഡി.എ സഖ്യത്തിലേക്ക് മടങ്ങുമെന്ന് സൂചന. മമതാ ബാനർജിയും തെരഞ്ഞെടുപ്പ് സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കിയതോടെ ഇന്ത്യ സഖ്യം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സഖ്യത്തിന്റെ പിറവിക്ക് മുൻകൈയെടുത്ത നിതീഷ് കുമാർ പാളയം വിട്ടാൽ അത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയും ക്ഷീണവുമാകും. ഇന്ത്യ മുന്നണിയുടെ മുഖമാകുന്നതിലടക്കം നേരിട്ട തിരിച്ചടി നിതീഷിനെ എൻ.ഡി.എയിലേക്ക് അടുപ്പിക്കുകയാണെന്നാണ് വിവരം. നിയമസഭ പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ജനവിധി തേടാനുള്ള നീക്കത്തിലാണെന്നും സൂചനയുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ചിത്രം തെളിയുമെന്ന് ജെ.ഡി.യു വൃത്തങ്ങൾ പറയുന്നു. സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി ഠാക്കൂറിന് ബി.ജെ.പി കേന്ദ്ര സർക്കാർ ഭാരതരത്നം പ്രഖ്യാപിച്ചതും നിതീഷ് കുമാറിന്റെ മനസ്സിളക്കിയെന്നാണ് വിവരം. പരിശോധിക്കാം. നിതീഷും മറുകണ്ഠം ചാടി. അഡ്വക്കേറ്റ് സുരേഷ് ബി.ജെ.പി നേതാവ്, ഡോക്ടർ വർഗീസ് ജോർജ് ആർ.ജെ.ഡി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇടത് സഹയാത്രികൻ. ആദ്യം ഡോക്ടർ വർഗീസ് ജോർജ്, ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ ഇന്ന് ഏറ്റവും ശക്തമായ സാന്നിധ്യം എന്ന് നേതാവിൻ്റെ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ജെ.ഡി.യുവിനെയാണ്, നിതീഷ് കുമാറിനെയാണ്. നിതീഷ് കുമാറാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ആർക്കിടെക്റ്റ്. ആം ആദ്മി പാർട്ടിയെയും മമതാ ബാനർജിയെയും ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവന്നത് നിതീഷ് കുമാറാണ്. കാരണം അവർക്ക് കോൺഗ്രസുമായി ഒക്കെ തന്നെയും നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഡോക്ടർ വർഗീസ് ജോർജ്? നിതീഷ് കുമാറിന്റെ മാറ്റം ഇന്ത്യ മുന്നണിയുടെ അടിത്തറയെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിന് ചില സൂചനകളുണ്ടായിരുന്നു. നിതീഷ് കുമാർ എപ്പോഴൊക്കെ രാഷ്ട്രീയമായിട്ട് മലക്കം മറിയുന്നുവോ അതിനു മുമ്പ് അദ്ദേഹം പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമായിരുന്നു. 5 വർഷം മുമ്പ് ഞങ്ങളെല്ലാം അദ്ദേഹം പൊടുന്നനമേ നാഷണൽ കൌൺസിലിലെ ബീഹാറിലെ പാറ്റ്നയിലെ കൃഷ്ണ മന്ദിർ വിളിച്ചു കൂട്ടിയപ്പോൾ ഞങ്ങൾ ഒന്നും സംശയിച്ചിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അന്ന് ശരദ് യാദവാണ് പാർട്ടിയുടെ പ്രസിഡന്റ്. ശരദ് യാദവ് വളരെ പകച്ചുപോയി. ആ യോഗത്തിൽ വെച്ച് നിതീഷ് കുമാർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് റാം ഗോവിന്ദിനെ പിന്തുണയ്ക്കുകയും എൻ.ഡി.എയിലേക്ക് മാറുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന ലല്ലൻ സിംഗിനെ അദ്ദേഹം മാറ്റുകയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലെല്ലാം നിതീഷ് കുമാറിന്റെ എന്തോ ഒരു മാറ്റത്തിന്റെ സൂചന ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് നിതീഷ് കുമാറിന്റെയോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ നിതീഷ് കുമാർ കർപ്പൂരി താക്കൂറിന്റെ ജന്മശതാബ്ദി വേളയിൽ നടത്തിയ സമ്മേളനത്തിന്റെ തലേന്ന് ബി.ജെ.പി കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതോടുകൂടി തീർച്ചയായിട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ ബി.ജെ.പിയുമായിട്ട് നടന്നു എന്ന് ഇപ്പോൾ സംശയമുണ്ട്. തീർച്ചയായിട്ടും ബീഹാർ ആയിരുന്നു മഹാഗഠബന്ധന്റെയും 2024 ഇന്ത്യ ബ്ലോക്കിന്റെയും ഒരു പ്രധാനപ്പെട്ട സൂചകമായിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ബി.ജെ.പിക്ക് 303 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ആ 303 ലോക്സഭാ സീറ്റുകളിൽ 39 ലോക്സഭാ സീറ്റുകൾ ബീഹാറിൽ നിന്നാണ്. എന്നാൽ ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ നിതീഷ് കുമാറും കോൺഗ്രസും CPIയും CPMലും കൂടി ചേർന്ന് ഒരു വലിയ മഹാഗഠബന്ധൻ രൂപീകരിച്ചാൽ ഞങ്ങളുടെ കണക്കുകൂട്ടല് ആ 40ൽ 35 സീറ്റുകളോളം തിരിച്ചു പിടിക്കാമെന്നായിരുന്നു. ഇപ്പൊ 303ൽ ഏതാണ്ട് 35 സീറ്റ് മാറിയാൽ 270 ബി.ജെ.പിക്ക് അപ്പോൾ തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമായിരുന്നു. അതായിരുന്നു ഇന്ത്യ ബ്ലോക്കിന്റെ കണക്കുകൂട്ടൽ. പക്ഷെ ആ കണക്കുകൂട്ടൽ ബി.ജെ.പി മനസ്സിലാക്കുകയും എന്ത് വില കൊടുത്തും നിതീഷ് കുമാറിനെ തിരികെ പിടിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ചെയ്തത് എന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു അവധാനത വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇവിടെ നികേഷ് സാർ സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നിതീഷ് കുമാറാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നമുക്ക് കാണാതെ പോകാനാകുമോ ഡോക്ടർ വർഗീസ് ജോർജ്? നോക്കൂ, ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ ഒരു വലിയ തരംഗമുണ്ടാക്കുമെന്നാണ് ബി.ജെ.പി കരുതുന്നത്. അതിൻ്റെ നേട്ടം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കും. യു.പിയിൽ ആ നിലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് ഒപ്പം വേണമെന്ന ആശയത്തിലായിരിക്കാം ഒരുപക്ഷെ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവുക. അതിൻ്റെ പരിണത ഫലമാണ് ഈ മണിക്കൂറുകളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ശിവസേനയും NCPയും പിളർത്തി അവിടുത്തെ മഹാഗഠബന്ധനെ ചെറുതാക്കി കളഞ്ഞു. ബംഗാളിലെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞുവെങ്കിൽ ഇന്ന് ഡെറിക് ഒബ്രിയാൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇനി ഇടപെട്ടിട്ട് കാര്യമില്ല, എല്ലാം വൈകിപ്പോയി,
ഗ്രേവ് ഡിഗ്ഗറാണ് അവിടുത്തെ PCC പ്രസിഡന്റ് എന്നാണ്. എന്ന് വെച്ചാൽ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് ഏതാണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഞങ്ങളിതാ ഒറ്റക്ക് മത്സരിക്കാൻ പോകുന്നു എന്നും അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് UP-യിൽ സ്വന്തമായി ജയിക്കാൻ കഴിയും, ബീഹാറിൽ നിതീഷ് വേണം എന്നുള്ളതിലേക്ക് കൺവീനറായിട്ടുള്ള നിതീഷ് കുമാറിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു, മഹാരാഷ്ട്ര, ബംഗാൾ. അപ്പോൾ ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക്, അതിൻ്റെ ഒരു അവസാനത്തെ മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് എന്നല്ലേ കാണേണ്ടത് ഡോക്ടർ വർഗീസ് ജോർജ്? അല്ല നികേഷ് സാറ്, അതായത് BJPക്ക് ഏത് സാഹചര്യത്തിലും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനം വന്നിരുന്നത്. എന്നാൽ ഇതിനെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. കാരണം ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, UP എന്നീ 4 സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റും BJP ജയിച്ചാലും ഇന്ത്യ ബ്ലോക്കിന് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അങ്ങ് കാണിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ അവസ്ഥയല്ല. അവിടെ MLA-മാര് NCP-യിൽ നിന്നും ശിവസേനയിൽ നിന്നും മാറിയെങ്കിലും അവിടെ മാസ് ബേസിൽ ഈ പാർട്ടികൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവിടെ കോൺഗ്രസ്, NCP, ശിവസേന വിഭാഗം സീറ്റ് ചർച്ചകളിൽ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ മമതാ ബാനർജിയുടെ നിലപാടാണ് അങ്ങ് പറഞ്ഞ പോലെ ആശ്ചര്യകരം. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഓടി നടന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ മമതാ ബാനർജി കോൺഗ്രസിനോട് വളരെ മോശമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിൽ 2 ലോക്സഭാ സീറ്റുണ്ട്. മമതാ ബാനർജി ഓഫർ ചെയ്തത് കേവലം 2 സീറ്റ് മാത്രമാണ്. പിന്നെ ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പാർട്ടി ആ മുന്നണി നീക്കത്തില്ല. പക്ഷെ മമതാ ബാനർജി കളിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയ ഒരു കളിയാണ്. TMCയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. 30% ജനങ്ങൾ അവിടെ മുസ്ലിംസ് ബംഗാളിലുണ്ട്. അവർ BJPക്ക് എതിരാണ്. എന്നാൽ മമതാ ബാനർജി BJP മുന്നണിയിലേക്ക് ചായുകയാണെങ്കിലോ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുകയാണെങ്കിലോ അവർ വളരെ ഞാണിന്മേൽ കളിയാണ് കളിക്കുന്നത്. ഇപ്പോൾ 22 സീറ്റുള്ള BJP നോക്കൂ, അവിടെ ഡോക്ടർ വർഗീസ് ജോർജ്, മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ മന്ത്രിമാർക്കെതിരെയൊക്കെ തന്നെ വലിയ തോതിലുള്ള കേന്ദ്ര ഏജൻസി അന്വേഷണം ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം പോവുകയാണ് എങ്കിൽ മമത ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടും. അത് കഴിഞ്ഞതിന് ശേഷം BJP സർക്കാരാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ചില്ലറയുമായിരിക്കില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാം നമുക്ക്. പക്ഷേ നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത്? അതിന് ദേശീയ ദിനപത്രങ്ങൾ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടത്ര വ്യക്തതയില്ലായ്മയുണ്ട്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷിനെ ഉയർത്തിക്കാട്ടിയില്ല, സീറ്റ് വിഭജനം എവിടെയും എത്തിയില്ല. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഒരു മുന്നണിയിൽ പറയാവുന്ന ന്യായമായ കാരണങ്ങളാണെങ്കിലും നിതീഷ് ഇത്രയും കാലം പറഞ്ഞ രാഷ്ട്രീയമുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും കുടുംബാധിപത്യം, ഇങ്ങോട്ട് വരുമ്പോൾ പറയും വർഗീയത. ഇങ്ങനെ ഒരു 5 തവണ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിക്കൊണ്ടേ ഇരുന്നുവല്ലോ. എന്നിട്ട് പിന്നെ ഒരു സാധാരണ കാരണങ്ങൾ പറഞ്ഞ് ഒരു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ എളുപ്പത്തിൽ മാറാൻ കഴിയുമോ? ബീഹാറിലെ രാഷ്ട്രീയത്തിലെ നിതീഷ് കുമാർ ഒരു ഫോർമഡബിൾ ഫോഴ്സ് തന്നെയാണ്. ഏറ്റവും വലിയ പാർട്ടി ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി 85 സീറ്റുണ്ട്. ഒവൈസിയുടെ 5 MLA-മാർ കൂടി അദ്ദേഹത്തിന്റെ പാർട്ടി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് 85 സീറ്റുണ്ട്. എന്നാൽ നിതീഷ് കുമാറിന് 45 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ 45 സീറ്റ് നേരെ പകുതി സീറ്റ് ഉണ്ടെങ്കിലും ലാലു പ്രസാദ് യാദവ് എപ്പോഴും നിതീഷ് കുമാറിനെയാണ് മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയവും സോഷ്യലിസ്റ്റ് പാരമ്പര്യവും കണക്കിലെടുത്തുകൊണ്ട്. എന്നാൽ ഇപ്പോൾ നിതീഷ് കുമാർ മാറിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനതാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, കോൺഗ്രസ് അദ്ദേഹത്തോട് ഒരു നീതി കാട്ടിയില്ല. ഈ ഇന്ത്യയിലെ വിവിധ 28 സംസ്ഥാനങ്ങളിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് 28 രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്ക് എന്ന മുന്നണിയുടെ ആർക്കിടെക്ട് നിതീഷ് കുമാർ തന്നെയാണ്. പിന്നീടാണ് കോൺഗ്രസ് മടിച്ച് രംഗത്ത് വരുന്നത്. പക്ഷേ ആ നിതീഷ് കുമാർ ആദ്യത്തെ പാറ്റ്ന യോഗത്തിൽ വെച്ച് തന്നെ കൺവീനറാകാൻ ആഗ്രഹിച്ചിരുന്നു. ആ കൺവീനറാക്കിയിൽ നിന്ന് മാത്രമല്ല, പിന്നീട് ബാംഗ്ലൂരിലും ഡൽഹിയിലും നടന്ന സമ്മേളനങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. രണ്ടാമതായിട്ട് മമതാ ബാനർജി നിതീഷ് കുമാറിനെ കടത്തിവെട്ടിക്കൊണ്ട് ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചപ്പോൾ നിതീഷ് കുമാറിന് മനസ്സിലായി ഇനി ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഉള്ള അവഗണന, അതിന്റെ ആർക്കിടെക്ട്, ഇന്ത്യ മുന്നണിയെ കരുപ്പിടിപ്പിച്ച ആളോട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ കാണിച്ച അവഗണന തീർച്ചയായിട്ടും നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നികേഷ് സാർ പറഞ്ഞ പോലെ ഇതൊന്നും ഒരു മുന്നണി വിട്ടുപോകാൻ പര്യാപ്തമല്ല. രാജ്യത്ത് വർഗീയതയും വിലക്കയറ്റവും പാവപ്പെട്ടവരോടുള്ള അതിക്രമങ്ങളും ദളിതന്റെ മേലും പിന്നോക്കക്കാരന്റെ മേലും ന്യൂനപക്ഷങ്ങളുടെ മേലും അതിക്രമം നടക്കാത്ത ഒരു ദിവസവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോഹിയുടെ പാരമ്പര്യമുള്ള ഒരാൾ ഇത്ര അവസരവാദം കാണിച്ചത്
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിയാണ്, പുരോഗമന ശക്തികൾക്ക് വലിയ തിരിച്ചടിയാണ്. ബാക്കിയുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ബീഹാറിൽ പകുതി സീറ്റെങ്കിലും ശ്രമിക്കുന്നതാണ് ഇനി അവർക്ക് ഏറ്റവും ദയവായി തുടരുക ഡോക്ടർ വർഗീസ് ജോർജ്. അഡ്വക്കേറ്റ് എസ് സുരേഷ്, ബി ജെ പി കരക്കിരുന്ന് കളി കാണുന്ന പാർട്ടിയല്ല. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അമിത്ഷായെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്ദർശനത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ച് ഔദ്യോഗിക വെർഷൻ ലഭ്യമാണോ അഡ്വക്കേറ്റ് സുരേഷ്? അല്ല, ഔദ്യോഗികമായിട്ട് ഒന്നും പറയാൻ ഞാൻ ഈ സമയത്ത് ആളല്ല. ഈ അവസാനത്തെ ഇലക്ഷൻ ക്രൈസിസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വക്താവെന്ന നിലയിൽ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ശ്രീ നികേഷ്, എന്ത് കണ്ടിട്ട് ഇന്ത്യ മുന്നണിയിൽ നിൽക്കണം? അതിനൊരു നേതാവുണ്ടോ? അതിനൊരു കോമൺ മിനിമം പ്രോഗ്രാമുണ്ടോ? അതിനൊരു കമ്മിറ്റി ഉണ്ടോ? ഒരു ഹൈക്കമാൻഡോ ലോ കമാൻഡോ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റിയോ എന്തെങ്കിലും ഉണ്ടോ? ഇത് എന്തിനു വേണ്ടിയാണ് ഈ സാധനം? ഇപ്പോൾ അതൊരു വെർച്വൽ യോഗം പോലെ ആയിട്ടുണ്ട്, ഒരു വെർച്വൽ മുന്നണി പോലെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓൺലൈനിലായിരുന്നു അവരുടെ യോഗമൊക്കെ നടന്നത്. ഒരു വെർച്വൽ മുന്നണിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് ശ്രീ JP നഡ്ഡ തന്നെ, BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ പറഞ്ഞു ഇതൊരു വെർച്വൽ മുന്നണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നയമില്ല, നേതാവില്ല, പരിപാടിയില്ല, പദ്ധതിയില്ല, സംഘടനയില്ല, സംവിധാനമില്ല. ഇങ്ങനെയുള്ള ഒരു മുന്നണി, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ ദിവസം ഗാർഖയെ പിടിച്ച് നേതാവാക്കി. ഗാർഖെ പോലും ഞെട്ടിപ്പോയി. ഗാർഖയ്ക്ക് ഇതിനുള്ള പ്രാപ്തിയില്ല എന്ന് ഗാർഖയ്ക്ക് തന്നെ അറിയാം. ഇവിടെ നിതീഷ് കുമാറിനെ പോലെയുള്ള സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള, നല്ല സാമൂഹ്യ അടിത്തറയുള്ള, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരിപക്വമായ ഒരു നേതാവിനെ മൂലക്കിരുത്തിയിട്ട് രാഹുൽ ഗാന്ധിയുടെ അപക്വമായിട്ടുള്ള സമീപനങ്ങൾ വഴി ഈ ഇന്ത്യ മുന്നണിയുടെ ആരംഭത്തിൽ തന്നെ അത് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ബാലാരിഷ്ടത എന്നല്ല ഇത് പറയേണ്ടത്. ഇത് ഒരു ജനിച്ച ഉടൻ തന്നെ ചാപിള്ളയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, BJPയെ എതിർക്കാൻ, BJP അതോടൊപ്പം തന്നെ NDA മുന്നണിയെ എതിർക്കാൻ പ്രാപ്തിയുള്ള, അതിനുള്ള എന്തെങ്കിലും രീതിയിൽ എങ്ങനെയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതിനെ, ഈ ഒരു ബാലമരണത്തെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും? പൂർത്തിയാക്കിക്കോട്ടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് താങ്കളുടേത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് താങ്കൾ ഒരു കാര്യം പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ആ സെന്റൻസ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അതിനനുവദിക്കണ്ടേ? ഞാൻ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ, അതൊന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കും. എന്നിട്ട് അങ്ങ് സെബാസ്റ്റ്യൻ പോൾ, ഇത് പരസ്പരം തർക്കിക്കാനും ജയിക്കാനുമില്ല. കാരണം എല്ലാവരും ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ നമ്മൾ അടിപിടി കൂടാനൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞു തന്നത്, BJPക്ക് ബദലായി, NDAക്ക് ബദലായി ഇന്ത്യയിൽ ഒരു ശക്തിയും ഇല്ല എന്ന് ഇപ്പോൾ ഇന്ത്യക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനും CPMനും വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നിന്ന് ജയിപ്പിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി നിലനിൽക്കണം. CPMന് കേരളത്തിന് പുറത്തുനിന്ന് 2 MP കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കിട്ടണമെങ്കിൽ ഇന്ത്യ മുന്നണി വേണം. അപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ന് ആവശ്യമുള്ള 2 ദേശീയ പാർട്ടികളേ ഉള്ളൂ. അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും VD സതീശന്റെ കോൺഗ്രസ് പാർട്ടിയും. അതാണ് യാഥാർത്ഥ്യം. സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാതെ, ഒരു പൊതുസമ്മേളനം പോലും വിളിച്ചു ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കൺവീനർ ആ മുന്നണി വിട്ടുപോകാൻ, അല്ലെങ്കിൽ ഈ മുന്നണിയുടെ ആർക്കിടെക്റ്റ് തന്നെ ആ മുന്നണി വിട്ടുപോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇത് നിതീഷ് കുമാർ എന്ന നേതാവിൻ്റെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ JDUവിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കുകയാണോ ചെയ്യുക, അതോ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യുക? അല്ല, ഇവിടെ പെരുന്തച്ഛന് തന്നെ പണിയായുധം ഉളി താഴേക്കിട്ടിരിക്കുകയാണ്. അതെവിടെയാണ് വന്ന് പതിക്കുക എന്ന് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ ആ പേര് തന്നെ ഒരു അസ്ഥാനത്തുള്ള പേരായിരുന്നു. അതിൻ്റെ രൂപീകരണം ആദ്യ ഘട്ടം മുതൽ തന്നെ സംശയാലുക്കളായിരുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഇന്ന് പക്ഷേ ആ മുന്നണി ഇത്ര ദിവസം വരെ എങ്ങനെ നിന്നു എന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. ആ മുന്നണി ശരിയായ നേതൃത്വമില്ലാതെ, ശരിയായ കാര്യപരിപാടിയില്ലാതെ
എല്ലാറ്റിലും ഉപരിയായി ശരിയായ തന്ത്രങ്ങൾ പോലും ഇല്ലാതെ എത്ര കാലം മുന്നോട്ട് പോകും? ഇവിടെ ഈ ചർച്ചയിൽ സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കേണ്ടി വരുന്നത് സന്തോഷത്തോടെയല്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യം, അതായി മാറിയിരിക്കുകയാണ്. ഈ മുന്നണി, ഇന്ത്യ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ മുന്നണി, അതിൻ്റെ സ്ഥാപകൻ വിട്ടുപോയിരിക്കുന്നു. ആ പേര് നൽകിയ മമതാ ബാനർജി മാറി നിൽക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമ്പോൾ എന്താണ് ആ മുന്നണിയുടെ പ്രസക്തി അല്ലെങ്കിൽ ഭാവി എന്ന ചോദ്യത്തിന് പോലും അർത്ഥമില്ലാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെയാണോ ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് നടക്കാനിരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത്? അല്ലെങ്കിൽ BJP എന്ന അതിശക്തമായ പാർട്ടിയെ നേരിടാൻ പോകുന്നത്? ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത, ഒന്നും കാണാൻ കഴിയാത്ത, ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്നായി നമ്മുടെ ദേശീയ രാഷ്ട്രീയ രംഗം മാറിയിരിക്കുകയാണ്. വലിയതായ സങ്കടം ആ കാര്യത്തിലുണ്ട്. രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, ചരിത്രം ഒക്കെ അതുതന്നെയാണ്. അങ്ങോട്ടും പോകാം, ഇങ്ങോട്ടും വരാം. എന്തിനു വേണ്ടി പോകുന്നു എന്ന് നമുക്കറിയില്ല, എന്തിനു വേണ്ടി മടങ്ങി വരുന്നു എന്നും അറിയില്ല. പക്ഷേ നിതീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറേ ജനങ്ങളുണ്ട്. വോട്ട് സമ്പാദിക്കാൻ കഴിയുന്ന ആൾ തന്നെയാണ്, തന്ത്രശാലിയാണ്. നിതീഷ് കുമാറും മമതാ ബാനർജിയും ഓരോ സംസ്ഥാനത്ത്, ഇതിനു പുറമെ ഇപ്പോൾ ജഗദീഷ് ഷട്ടറിൻ്റെ വാർത്ത വന്നില്ലേ കർണാടകയിൽ നിന്ന്? അങ്ങനെയുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനി ഈ ഇന്ത്യ മുന്നണിയിൽ ആ പേരിൽ അറിയപ്പെടുന്ന INDIA എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മുന്നണിയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല എന്ന അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത്. നിതീഷ് കുമാർ BJPക്കെതിരായിട്ടുള്ളൊരു മുന്നണി തട്ടിക്കൂട്ടി അതിന് ഒരു ഐഡിയോളജി ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബീഹാറിൽ കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുള്ളത്, കാസ്റ്റ് സർവേ നടത്തിയിട്ടുള്ളത്. ആ കാസ്റ്റ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് OBCയേക്കാൾ കൂടുതലാണ് അവിടുത്തെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ്. ആ ഒരു വിഭാഗത്തെയാണ് നിതീഷ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് നിതീഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. നിതീഷ് ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കർപ്പൂരി താക്കൂറാണ് 1970കളിൽ ഈ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന വിഭാഗത്തെ കണ്ടെത്തിയത്. ആ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനാകും എന്ന് നിതീഷ് കുമാർ കരുതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാസ്റ്റ് സർവേ മുന്നോട്ട് കൊണ്ടുപോയും രാഹുൽ ഗാന്ധി ആ വിഷയം ഏറ്റെടുക്കുകയും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ഉപയോഗിക്കുകയും, പക്ഷേ കോൺഗ്രസ്സിന് വേണ്ടത്ര ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ വിഷയം ഗ്രൗണ്ടിൽ ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ലാലു പ്രസാദ് യാദവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇനി 2 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനം തേജസ്വി യാദവിന് നൽകണം എന്ന് ശഠിച്ചു എന്നാണ് വാർത്തകൾ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ വരുന്നു പെട്ടെന്ന് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നു, നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കർപ്പൂരി താക്കൂർ കൊണ്ടുവന്ന എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ഉന്നമനം എന്ന ലക്ഷ്യം മുൻനിർത്തി പോകുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കർപ്പൂരി താക്കൂറിന് ഭാരത് രത്നം നൽകിയെന്ന വളരെ പെരിഫറലായിട്ടുള്ള ഒരു വിഷയത്തിൽ BJP പക്ഷത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് കരുതുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ബീഹാറി ജനത അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമ്മൾ കേരളീയർ പോലും അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അതിനെതിരായി നിലകൊണ്ട സോഷ്യലിസ്റ്റുകളുടെ സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടലൊക്കെ എളുപ്പമാണോ? അല്ല, തീർച്ചയായും അതുതന്നെയാണ് എൻ്റെയും മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ശ്രീ വർഗീസ് ജോർജും ഞാനും ഒക്കെ ആ കാലത്ത് ജനതാ പാർട്ടിയുടെ ആ ആവിർഭാവ കാലത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അന്നൊക്കെ ഞങ്ങൾ വളരെ പ്രതീക്ഷയുടെ ആവേശത്തോടെ നോക്കിക്കണ്ടിരുന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. ഇന്ന് എന്തുകൊണ്ട് അങ്ങനെ ഈ മാറ്റം വന്നിരിക്കുന്നു? ആ മാറ്റം എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ വലിയ പാടുപെടേണ്ടതില്ല. കാരണം അതാണ് നിതീഷ് കുമാർ. അദ്ദേഹം സാഹചര്യങ്ങൾക്കനുസൃതമായി അവിടെയും അങ്ങോട്ടും പോകുന്നു, ഇങ്ങോട്ടും വരുന്നു.
അദ്ദേഹം എപ്പോഴും വിജയിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഈ ബാക്ക്വേർഡ് ക്ലാസ് പൊളിറ്റിക്സ് എന്നുള്ളത്. അതിന് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ബീഹാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെതായ ഒരു എൻജിനീയറിങ് അവിടെ അദ്ദേഹം വളരെ വിജയകരമായി നടപ്പാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ BJP-യിലേക്ക് പോയതുകൊണ്ട് നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. അങ്ങനെ ഒരു വേക്കൻസി അവിടെ ഇല്ല. പിന്നെ ഇപ്പോഴത്താണെങ്കിലോ ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ക്ലെയിം തീർച്ചയായും നിതീഷ് കുമാറിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൽ ആ സാധ്യതകളൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ NDA-യിലേക്ക് പോകുന്നത്, എന്തിനാണ് BJP പക്ഷത്തേക്ക് പോകുന്നത് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടി വരും. ഉത്തരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതിന് തന്നെ അങ്ങനെ ഒരു നീക്കം ആവശ്യമായി വരുമോ? ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ബീഹാർ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താം എന്ന ആലോചനയുള്ളതായി കേൾക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥ ഉദ്ദേശം എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയില്ലെങ്കിലും നിതീഷ് കുമാർ ഈ ഒരു റിസ്ക് എടുത്തിരിക്കുന്നു. അദ്ദേഹം മുൻകൈയെടുത്ത് ജന്മം നൽകിയ ഒരു മുന്നണിയുടെ ഒരു അന്ത്യം കുറിച്ചേക്കാൻ പോലും സഹായകമാകുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അത് വളരെയേറെ വിഷമകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. ഇങ്ങനെയാണോ 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന കാര്യം ആലോചിക്കുമ്പോൾ വല്ലാതെ ആശങ്കപ്പെടേണ്ടതായ അവസ്ഥയുമുണ്ട്. ഡോക്ടർ വർഗീസ് ജോർജ്, തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദം കൈമാറണം എന്ന് സംബന്ധിച്ചൊരു ധാരണയുണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, അങ്ങനെയാണെങ്കിൽ എപ്പോൾ കൈമാറാം എന്നായിരുന്നു നിതീഷ് കുമാർ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന് വാഗ്ദാനം നൽകിയിരുന്നത്? ആ സമയമായോ? അതാണോ കഴിഞ്ഞ ആഴ്ചത്തെ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്നുള്ളത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കർപ്പൂരി താക്കൂറിൻ്റെ അനുസ്മരണ ചടങ്ങിൽ ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് നിതീഷ് കുമാർ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. കർപ്പൂരി താക്കൂർ ഒരിക്കലും കുടുംബാധിപത്യം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, ഞാനും എൻ്റെ കുടുംബത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് നിതീഷ് കുമാർ പറയുകയുണ്ടായി. അതിന് രോഹിണി ആചാര്യ എന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറുപടി നൽകിയെന്ന് മാത്രമല്ല, നിതീഷ് കുമാറിൻ്റെ പേര് പറയാതെ ബത്തമീസ് എന്ന് വിളിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കലുഷിതമാകാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്, എന്തൊക്കെയോ അകത്ത് സംഭവിക്കുന്നുണ്ട്. RJDയുടെ ഒരു പ്രമുഖനായ നേതാവ് എന്നുള്ള നിലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നികേഷ് സാർ, രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, മാറ്റം, മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ മാറ്റം. കഴിഞ്ഞ നവംബറിൽ ഇരു പാർട്ടികളുടെയും ദേശീയ കൗൺസിൽ യോഗങ്ങൾ ചേർന്നിരുന്നു, JDU-വിന്റെയും RJD-യുടെയും. ഈ രണ്ട് യോഗങ്ങളിൽ അവർ തീരുമാനിച്ചത് വിശാലമായ ഒരു രാജ്യത്തെ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി സോഷ്യലിസ്റ്റ് ആശയക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ബീഹാറിൽ JDU-വും RJD-യും രണ്ട് പാർട്ടികളായിട്ട് നിൽക്കാതെ ഒരുമിച്ചൊരു പാർട്ടിയായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പാർട്ടികളും സ്വയം പിരിച്ചുവിട്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയാവണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ പാർട്ടി RJD-യാണ്. JDU പിരിച്ചുവിട്ട് RJD-യിൽ ലയിക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രപ്പോസൽ. രണ്ട് പാർട്ടികളുടെ നാഷണൽ കൌൺസിൽ കൂടി അത് തീരുമാനിച്ചു. അതിന് പകരമായി നിതീഷ് കുമാറിനെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RJD പിന്താങ്ങണം, ബീഹാറിൽ തേജസ്വിയെ മുഖ്യമന്ത്രിയാക്കണം. ഇതായിരുന്നു ഫോർമുല. എന്നാൽ പിന്നീട് ഇന്ത്യ മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങളുടെ ഒരു അനുഭവത്തിൽ നിതീഷ് കുമാറിന് മനസ്സിലായി അവിടെ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മൗനവും അനിശ്ചിതത്വവും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അമാന്തവും നിതീഷ് കുമാറിനെ ഇങ്ങനെ മാറ്റി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും നിതീഷ് കുമാറിനെ ചെന്ന് കാണുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അറിഞ്ഞത്. ഇതായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തതിന്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം കർപ്പൂരി താക്കൂറിന്റെ കാര്യമാണ് സാറ് ചോദിച്ചത്. കർപ്പൂരി താക്കൂർ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവിടെ ലാലു പ്രസാദ് യാദവാണ് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി, അദ്ദേഹത്തിന്റെ പിന്തുണയിൽ അദ്ദേഹം മരിച്ചപ്പോഴാണ് പിന്നെ ലാലു പ്രസാദ് യാദവ് പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്.
രണ്ടാമത്തെ ചോദ്യം സാറേ ഒന്നുകൂടെ പറയാം. രോഹിണി ആചാര്യ പേര് പറയാതെ നിതീഷ് കുമാറിനെ ബത്തമീസ് എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി ആകണം എന്നുള്ള വിഷയമുണ്ട്. അതായിരിക്കണം കഴിഞ്ഞ ആഴ്ച ലാലു പ്രസാദ് യാദവ് നിതീഷുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിതീഷ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാകണം. ഇന്നിപ്പോൾ കുടുംബാധിപത്യത്തെക്കുറിച്ച് നിതീഷ് പറയുമ്പോൾ തന്നെ സിംഗപ്പൂരിലിരിക്കുന്ന രോഹിണി ആചാര്യ ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ ട്വീറ്റ് ചെയ്യാണ് ബത്തമീസ് എന്ന്. അതെ. രണ്ടാമത്തെ ചോദ്യം ശരിയാണ്. സാർ ചോദിച്ച ഡൈനാസ്റ്റി പൊളിറ്റിക്സിനാണ്, കുടുംബ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. പക്ഷെ ഇപ്പൊ അതൊരു അനവസരത്തിലുള്ള ഒരു കാര്യമായില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ലാലു പ്രസാദ് യാദവ് ആണ് ഈ അയോധ്യ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അയോധ്യയിലേക്ക് രാമശിലാ ഘോഷയാത്ര കടന്നു വന്ന LK അദ്വാനിയെ സമസ്തിപൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഈ ലാലു പ്രസാദ് യാദവാണ്. ഇന്ത്യയിൽ ഏത് പാർട്ടിക്കുണ്ടോ തന്റെ ഇടം BJPയുടെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാൻ? ആ ലാലു പ്രസാദ് യാദവിനോട് BJP ഒരിക്കലും ക്ഷമിക്കുകയില്ല. കഴിഞ്ഞ 7 വർഷക്കാലം ലാലു പ്രസാദ് യാദവിനെ അവർ തുറുങ്കലിലിട്ടു. എന്നിട്ട് പോലും മറ്റു പല നേതാക്കൾ ചെയ്ത പോലെ ലാലു പ്രസാദ് യാദവ് സറണ്ടർ ചെയ്തില്ല, ഒരു അന്വേഷണത്തിനും പോയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു BJPക്കെതിരെ വർഗീയതയുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യാത്ത ആ ലാലു പ്രസാദ് യാദവിന്റെ ആ രാഷ്ട്രീയമായ വശം കാണാതെ അദ്ദേഹത്തിന്റെ കുടുംബ രാഷ്ട്രീയമാണെന്ന് ഇന്നലെ പെടുന്നനവേ നിതീഷ് കുമാർ പറഞ്ഞത് തീർച്ചയായിട്ടും മുന്നണി വിടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഡ്വക്കേറ്റ് എസ് സുരേഷ്, BJP ഇനി ഒരിക്കൽ കൂടി ഭരണത്തിൽ വരരുത് എന്ന് പറഞ്ഞ് ഒത്തുകൂടിയ നിതീഷ് കുമാറും മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഒരുപക്ഷെ BJPയെ 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്ന് വേണം ഈ പറയുന്ന രാഷ്ട്രീയമായ ചടുലമായ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ. നോക്കൂ, ഇന്നലെ ഇവർ വിളിച്ച ബള്ള് പക്ഷെ നിങ്ങൾക്ക് പ്രശ്നമല്ലേ എന്നുള്ളതാണ്. അമിത്ഷാ പറഞ്ഞത് ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി നിതീഷ് കുമാറിന് NDAയിൽ സ്ഥാനമുണ്ടാകില്ല എന്ന്. അതൊക്കെ എന്താ മായ്ച്ചു കളയണോ? ശ്രീ നികേഷ്, ശ്രീരാമ ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ് ഇന്നു മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ വശം. രണ്ടാമത്, ഇവിടെ കർപ്പൂരി ഠാക്കൂറിനെ സംബന്ധിച്ച് ഡോക്ടർ വർഗീസ് ജോർജും ഞാൻ പറയാം. രണ്ടാമത്, ഈ കർപ്പൂരി ഠാക്കൂറിനെ സംബന്ധിച്ച് ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ് ഇവിടെ പറഞ്ഞു, കർപ്പൂരി ഠാക്കൂറിൻ്റെ 100ാം ജയന്തിയാണ്. മുമ്പ് UPA ഭരണം 2004 മുതൽ 2014 വരെ ലാലു പ്രസാദ് യാദവും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി നേതൃത്വം നൽകിയ, മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ UPA ഭരണം ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് ഈ ജാതി സെൻസസും അതോടൊപ്പം തന്നെ ജാതീയപരമായി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരൊന്നും തന്നെ കർപ്പൂരി ഠാക്കൂറിന് ഇത്തരത്തിലുള്ളൊരു അംഗീകാരം നൽകണമെന്നും ആദരിക്കണമെന്നും ചിന്തിച്ചിരുന്നില്ല. ഇന്ന് നരേന്ദ്രമോദി സർക്കാരാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം, രാജ്യത്തിൻ്റെ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ബീഹാറിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റവും രാഷ്ട്രീയ ചിന്തയും നമ്മൾ കാണേണ്ടതാണ്. കാരണം അവിടെ അതിനെ വളരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ നിതീഷ് കുമാർ തയ്യാറായപ്പോൾ ലാലു പ്രസാദ് യാദവ് അതിനെ രാഷ്ട്രീയപരമായി കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന്, ശ്രീരാമ ജന്മഭൂമിയിൽ അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായിരിക്കുന്ന സാംസ്കാരികപരമായിട്ടുള്ള, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തെ ഉദ്ദീപിപ്പിക്കുന്ന, രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ചില നിലപാടുകൾ 500 വർഷത്തിന് ശേഷവും BJPയുടെ നിലപാടായിട്ട് വരികയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു സാംസ്കാരിക അന്തരീക്ഷം. അതോടൊപ്പം തന്നെ ജാതി പറഞ്ഞ് സമൂഹത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ പ്രയോഗങ്ങൾ മുഴുവൻ രാഷ്ട്രീയത്തിനും വോട്ടിനും വേണ്ടിയാണെന്നും യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ ഏറ്റവും താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് അവർക്ക് വേണ്ടി ശബ്ദിച്ചവരെയും ആദരിക്കാൻ
BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് ബീഹാർ പോലെയുള്ള ഉത്തരേന്ത്യയിലെ പ്രദേശങ്ങളിൽ അല്ല, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ശ്രീ എസ് സുരേഷ്. ഇക്കാര്യത്തിൽ നിതീഷ് കുമാർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് OBC എന്ന ഒരു വിഭാഗത്തെ മാത്രം കണ്ടാൽ പോരാ, അതും 1971 സെൻസസ് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകിയാൽ പോരാ. ആ വിഭാഗത്തിന് ഈ OBCയിൽ തന്നെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അവരെ വേറിട്ട് കാണണം. OBC എത്രയാണ്, ആ OBCയുടെ എത്ര ജനവിഭാഗമാണുള്ളത്, ആ ജനവിഭാഗത്തിന് അർഹമായ അംഗീകാരം നൽകണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ആ സർവേയെ എതിർക്കാനാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിതീഷ് കുമാർ അത് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ജാതി സെൻസസ് അനിവാര്യമല്ല എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. ഈ പറയുന്ന കർപ്പൂരി താക്കൂർ വിഭാവനം ചെയ്ത എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സിന് അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല, അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള വിഷയം ഉയർത്തി നിന്ന നിതീഷ് കുമാറിനെ എങ്ങനെയാണ് ഇപ്പോൾ BJPയോടൊപ്പം പോകാനാവുക? ശ്രീ നികേഷ്, അങ്ങൊന്ന് കാണണം. ഇന്ത്യയിൽ ഏറ്റവും ബാക്ക്വേർഡ് ക്ലാസ്സായിട്ട് ഭൂരിപക്ഷമുള്ള ജനങ്ങൾ ഉള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇന്ന് ഭരിക്കുന്ന BJPയാണ്. അത് ഇനിയിപ്പോൾ OBCയിലെ ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിലും ശരി, പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിൽ ഇപ്പം ത്രിപുരയിൽ 62% പട്ടികവർഗക്കാരല്ലേ. ഛത്തീസ്ഗഡ് പട്ടികവർഗക്കാർക്ക് മുൻതൂക്കമുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനമല്ലേ. അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലതും ആ രീതിയിൽ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് പിന്തുണയുള്ളതാണ്. ഇപ്പം മണിപ്പൂരിൽ പോലും കുക്കി സമുദായത്തിലെ 10 MLA-മാരിൽ 7 പേരും BJPക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ ഗോത്രവർഗ വിഭാഗങ്ങളിൽ BJPയാണ് ഏറ്റവും വലിയ ശക്തി. പട്ടികജാതി വിഭാഗങ്ങളിൽ BJPയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി. OBC-കാരനായിട്ടുള്ളൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. OBC വിഭാഗങ്ങളിൽ BJPയാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദി ജാതി കാർഡല്ലല്ലോ കളിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇന്ത്യയിൽ 4 ജാതികളാണുള്ളത്. ഒന്ന് യുവാക്കൾ, മറ്റു വനിതകൾ, കർഷകർ, ഏറ്റവും ദരിദ്രർ. ഇങ്ങനെയുള്ള 4 ജാതികളെ ഇന്ത്യയിലുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ആ ജാതികളുടെ ഉയർച്ചയാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് ആണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജാതി പ്രീണനത്തിനപ്പുറത്ത് ജാതികളെ ഒരു സാംസ്കാരിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂട്ടിക്കെട്ടുകയും ജാതിക്കപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ തന്നെ മുന്നോട്ടുള്ള പോക്കിനും ഒരു വികസിത ഇന്ത്യ എന്ന് പറയുന്ന സ്വപ്നവും മുന്നോട്ട് വെച്ച് പോവുകയും അതേ സമയത്ത് ജാതി ഘടകങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും നൽകുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന വളരെ ഈ മനോഹരമായിട്ടുള്ള ഒരു സോഷ്യൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാവും. ഇവിടെ നമ്മൾ നോക്കൂ, രാഷ്ട്രീയം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഈ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നും അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നും അതുകൊണ്ട് ഞാൻ ജാതി സർവേ നടത്തുന്നു എന്നും ജാതി സർവേ നടത്തിയിട്ട് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടി ഇനി സംവരണ തോത് ഉയർത്തുന്നു എന്ന് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. അതിനെ നഖശിഖാന്തം എതിർത്തിട്ടുള്ള പാർട്ടിയാണ് BJP. ആശയതലത്തിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമാണ് RSS. ഇപ്പോൾ നിതീഷ് കുമാറിന് അപ്പുറത്തേക്ക് പോകണം. ഉടനെ കേന്ദ്രമന്ത്രിസഭ കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം നൽകുന്നു. എന്താ ഇപ്പോൾ ഭാരതരത്നം നൽകിയാൽ എന്ത്, നൽകിയില്ലെന്തെങ്കിൽ എന്ത്? പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന ആശയത്തിലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അത് ഇതൊരു തരം അപ്പം ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ അങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നു, ഉടനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നതുപോലെ വളരെ ലളിതമാണോ ഇത് സെബാസ്റ്റ്യൻ പോൾ? അല്ല, കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം നൽകിയത് നിതീഷ് കുമാറിൻ്റെ ഈ NDA പ്രവേശത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ബീഹാറിൽ എത്രമാത്രം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് ഇവിടെ ഇത്രയും ദൂരെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബോധ്യമാകുന്നത് INDIA, ഞാൻ ആ പേര് തന്നെ ഉപയോഗിക്കുക, INDIA എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ മുന്നണിയിൽ
വലിയ വിശ്വാസം അർപ്പിക്കേണ്ട കാര്യമില്ല, വലിയ പ്രതീക്ഷ വയ്ക്കേണ്ട കാര്യമില്ല എന്ന തിരിച്ചറിവ് അതിൻ്റെ ആർക്കിടെക്റ്റ്, അതിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന നിതീഷ് കുമാറിന് ഉണ്ടായിരിക്കുന്നു. അതാണ് അതിൻ്റെ കാര്യം. അത് പിന്നെ എന്തിനും ഇവിടെ നിൽക്കണം? പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനം പോലും ഇപ്പോൾ ഒഴിയേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ ലാലു പ്രസാദ് യാദവിനുമായിട്ടുള്ള ആ സൗഹൃദവും ബന്ധവും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നിയമസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അടുത്ത 5 വർഷം കൂടി അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രിയായി തുടരാം. അതിനപ്പുറത്ത് ഡൽഹിയിൽ പോയി അദ്ദേഹത്തിനൊന്നും ചെയ്യാനുമില്ല. അപ്പം അങ്ങനെ പല കണക്കുകൂട്ടലുകളും കാണുമായിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആകണമെന്നില്ല ഇവരുടെയൊക്കെ ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ജാതി സെൻസസ് അതൊക്കെ വലിയ ചർച്ചാ വിഷയമായതാണ്. ആ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ നിലനിൽപ്പിന്, രാഷ്ട്രീയമായ നിലനിൽപ്പിനും ഭദ്രമായ ഭാവിക്കും വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിന് അദ്ദേഹം തയ്യാറാകും. അവിടെയാണ് പലതും മറന്നുകളയും. ഇപ്പോൾ അമിത്ഷായുടെ ഒരു പ്രയോഗം ഇവിടെ പറയുകയുണ്ടായല്ലോ നികേഷ്, അതൊക്കെ അവർക്ക് മറക്കാൻ അല്ലെങ്കിൽ മറന്നു കളയാൻ എളുപ്പമാണ്. അതെല്ലാം മറന്നു കളയും, എല്ലാം പൊരുത്തപ്പെടും. ആ പൊരുത്തപ്പെടൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നെ അതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇവിടെ ശ്രീ സുരേഷ്, അദ്ദേഹം ധാരാളം കാര്യങ്ങൾ വളരെ മിതമായ ഭാഷയിലൂടെ പറയുകയുണ്ടായി. പക്ഷെ എന്താണ് അതിൻ്റെ സാരാംശം? സുരേഷ് മൊത്തം പറഞ്ഞ കാര്യങ്ങളുടെ സാരാംശം എന്നത് അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, അത് ഞങ്ങൾ ഹിന്ദുത്വ കാർഡ് ഉപയോഗിച്ച് ഞങ്ങൾ ഇറങ്ങി കളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് രാമജന്മഭൂമിയിലെ പ്രതിഷ്ഠ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അജണ്ടയുമായി ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മളതിനെ പ്രതിരോധിക്കും, അവർക്കെതിരെ ഒരു മുന്നേറ്റമുണ്ടാക്കും എന്നൊക്കെ കരുതിയിരുന്ന ഒരു മുന്നണി ഇതാ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്നു. അത് വലിയ തോതിലുള്ള ആശങ്ക മാത്രമല്ല ഭയത്തിന് കാരണമാകുന്നുണ്ട്. ഡോക്ടർ വർഗീസ് ജോർജ്, BJP നിതീഷ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. നിതീഷ് കുമാർ RJD സഖ്യം വിട്ട് BJPയും ജിതിൻ റാം മാഞ്ചിയുമായും ചേർന്നൊരു സർക്കാർ രൂപീകരിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ആ സർക്കാർ പിരിച്ചുവിടുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തുക. അങ്ങനെയാണ് എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പ്രാണപ്രതിഷ്ഠ തരംഗത്തിൽ ബീഹാറിൽ പരമാവധി സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ആത്യന്തികമായി BJP ബീഹാറിൽ ശ്രമിക്കുക ബീഹാറിൽ BJPയുടേതായിട്ടുള്ളൊരു സ്വന്തം മന്ത്രിസഭയ്ക്കാണല്ലോ. അങ്ങനെ ഒരു സ്വന്തം മന്ത്രിസഭ ഉണ്ടാക്കാൻ ഒരുപക്ഷെ താൽക്കാലികമായി സാധിച്ചില്ലെങ്കിൽ തന്നെയും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം നൽകിയേക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയാൽ പോലും പിന്നീട് നിതീഷ് കുമാർ മറ്റൊരു ഘട്ടത്തിൽ ചാഞ്ചാടുകയാണ് എങ്കിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ നിയമസഭാ കക്ഷി ഒരുപക്ഷെ ഈ പറയുന്ന പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഉണ്ടാവുക. ആ നിയമസഭാ കക്ഷിയും നിതീഷിനെയോ RJDയോ പിളർത്തുകയാണെങ്കിൽ അതിനെയും കൂട്ടിച്ചേർത്ത് സ്വന്തമായ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ശക്തി സംഭരിക്കുക. ഒരുപക്ഷെ നിതീഷ് കുമാർ മിടുക്കനായിട്ടുണ്ടാവും. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി മറുകണ്ഠം ചാടി മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ കഴിയും. പക്ഷേ ആത്യന്തികമായി നിതീഷ് കുമാറിന് ഇത് ലാഭം ചെയ്യുമോ? 3 കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ സുരേഷിനോട് ഒരു വാക്ക് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. ശ്രീ സുരേഷും ഇവിടെ സമ്മതിക്കുകയുണ്ടായി, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഒരു പൊളിറ്റിക്കൽ ആക്ട് തന്നെയായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാവുക തന്നെ അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. നേരത്തെ അവിടുത്തെ ദേശീയ നേതാക്കൾ പോലും നിരസിച്ച ഒരു കാര്യം ഇപ്പോൾ BJP മെല്ലെ സമ്മതിച്ചു തുടങ്ങിയിട്ടിരിക്കുന്നു. 1984 BJPക്ക് കേവലം 2 സീറ്റാണ് ഉണ്ടായിരുന്നത് ലോക്സഭയിൽ. എന്നാൽ ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് 91 നടന്ന ഇലക്ഷനിൽ 120 സീറ്റ് കിട്ടി. ഇപ്പോൾ അവർക്ക് 303 സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ കുറയുമെന്നൊരു ഘട്ടം വന്നപ്പോൾ പണി പൂർത്തിയാക്കാത്ത അയോധ്യ ക്ഷേത്രം 2 വർഷം മുമ്പ് തന്നെ അവർ പണി പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഒരു പൊളിറ്റിക്കൽ ആക്ട് ആണെന്ന് സുരേഷ് സമ്മതിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇവിടെ നികേഷ് സാർ പറഞ്ഞത്, എപ്പോഴും അവിടെ നിതീഷ് കുമാറിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിച്ചപ്പോഴാണ്. എപ്പോഴും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് നിന്നപ്പോഴാണ് അവിടെ നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. ഒരിക്കൽ പോലും BJP പ്ലസ് നിതീഷ് കുമാർ അവിടെ നിയമസഭയിൽ അവർക്ക് ഭൂരിപക്ഷം സൃഷ്ടിച്ചിട്ടില്ല. എപ്പോഴും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുമായിട്ട് ചേർന്നോ തനിയെ മത്സരിച്ചപ്പോഴാണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും
BJP എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയാണ്, ഒരു ജൂനിയർ പാർട്ണറാണ്. ഈ കളി നിതീഷ് കുമാറിന് വളരെ നഷ്ടമുണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർലമെന്റിൽ അവർക്ക് നേട്ടം ഉണ്ടായെന്നുള്ള സത്യമാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് സ്വീപ്പ് ചെയ്യാൻ സാധിച്ചു 40-39 സീറ്റുകൾ. പക്ഷേ നിയമസഭയിലെ വോട്ടിംഗ് വരുമ്പോൾ എപ്പോഴും വോട്ട് ട്രാൻസ്ഫറുകൾ നടക്കുന്നത് RJD JDUവിനും JDU RJDക്കും തമ്മിലാണ്. അതുകൊണ്ട് ഈ നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. JDUവിൽ തന്നെ പകുതി MLAമാര് അവര് ഇപ്പോൾ വളരെ ഒരു ചാഞ്ചല്യത്തിലാണ്. നിതീഷ് കുമാറിന്റെ ഈ ഒരു മെർക്കൂറിയൽ ബിഹേവിയർ അവരെ വളരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. 24 MPയും MLAമാര് ഈ തീരുമാനത്തിനോടൊപ്പമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ നിതീഷ് കുമാറിന് അനായാസം മുന്നോട്ട് പോകാൻ സാധിക്കും. അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. BJPക്ക് തന്നെ അവിടെ പാർട്ട്നേഴ്സ് ഇല്ല. അവിടെ നീതുറാം മാഞ്ചിയും അതുപോലെ തന്നെ രാംവിലാസ് പാസ്വാന്റെ ഒരു മകനും ചേർന്നുള്ള വളരെ 2 ചെറിയ പാർട്ടികൾ മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് BJP പ്ലസ് നിതീഷ് കുമാർ പ്ലസ് പസ്വാന്റെ മകൻ എന്ന് പറയുന്ന ഒരു ഫോർമുല അവിടെ ക്ലിക്ക് ചെയ്യില്ല. അതിനേക്കാൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നത് RJD പ്ലസ് കോൺഗ്രസ് പ്ലസ് CPM പ്ലസ് CPI പ്ലസ് CPI-ML എന്നുള്ള 5 പാർട്ടികളുള്ള മഹാഗഠബന്ധനാണ്. അവസാനമായിട്ട് സെബാസ്റ്റ്യൻ പോൾ സാറിനെ പോലെ എനിക്കത്ര നിരാശയൊന്നുമില്ല. ഇന്ത്യ ബ്ലോക്കിലെ 2 പാർട്ടികൾ അല്ലെങ്കിൽ ഒരു പാർട്ടി പോയെന്നുകൊണ്ട് ആ ഇന്ത്യ ബ്ലോക്ക് ഒരു ഫോർമഡബിൾ ഫോഴ്സ് തന്നെയാണ്. 543 ലോക്സഭാ സീറ്റിൽ BJP ഇതുവരെ ജയിക്കാത്ത 200 സീറ്റുകളുണ്ട്. ഒരു മത്സരിക്കാത്തോ അല്ലെങ്കിൽ ജയിക്കാത്തോ 200 സീറ്റുകളുണ്ട്. ബാക്കി 343 സീറ്റിൽ നിന്ന് അവർ 271 സീറ്റ് ഉണ്ടാക്കുക എന്നുള്ള അസാധ്യമാണ്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല അവരുടെ സഖ്യകക്ഷികളെല്ലാം അവരെ വിട്ടുപോവുകയും ചെയ്തു. സൗത്ത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ MLAമാരെ ഇത്തവണ കൊടുക്കാൻ പോകുന്നത്, MPമാരെ കൊടുക്കാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിൽ 131 MPമാരുണ്ട്. ഇപ്പം BJPക്ക് ഉള്ളത് 26, 4, 30 MPമാർ മാത്രമാണ്. 131-ൽ ഇപ്പൊ കർണാടകയിലെ മാറ്റം അതുപോലെ തന്നെ തെലങ്കാനയിലെ മാറ്റം വന്നാൽ 100-ൽ പരം സീറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ബ്ലോക്കിന് കൊടുക്കും. തമിഴ്നാട്ടിൽ 40 ഉൾപ്പെടെ. മമതാ ബാനർജി എന്തായാലും 30 MPമാരെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഹാരാഷ്ട്രയിൽ നേരെ പകുതി സീറ്റുകൾ അതുപോലെ തന്നെ കിട്ടും. UPയിലും RLD സമാജ്വാദി പാർട്ടി ഒരു 30 സീറ്റുകളെങ്കിലും മേടിക്കും. അങ്ങനെ ഇന്ത്യ ബ്ലോക്ക് നിതീഷ് കുമാർ പോയാലും ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ്, ഒന്ന് ഈ പ്രാണപ്രതിഷ്ഠ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ അത് ദൃശ്യമായേക്കാം. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ JDU വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഗുണം? ശരിയാണ്, ഈ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് നിതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഹിന്ദു വിഭാഗമാണ്. ഈ നിലയിലുള്ളൊരു പോളറൈസേഷൻ, അതായത് പ്രാണപ്രതിഷ്ഠ മൂലമുള്ള പോളറൈസേഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഗുണം അല്ലെങ്കിലും നിതീഷ് കുമാർ ഇല്ലെങ്കിലും BJPക്ക് ലഭിക്കേണ്ടതാണ്. അവിടെയാണ് നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ RJD അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. കോൺഗ്രസ് ഒരുപക്ഷെ മുസ്ലിം വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടിയാണ്. നേരത്തെ RJDയോടൊപ്പം യാദവ് വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഉണ്ട്. ഇനി കോൺഗ്രസിനോടൊപ്പമുള്ള മുസ്ലിം വോട്ടുകളും ആ മുന്നണിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. CPI-ML വലിയ പാർട്ടിയാണ്, 17 അംഗങ്ങളാ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ. CPM-ഉം CPI-യും സാന്നിധ്യമായി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രാണപ്രതിഷ്ഠ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നേട്ടം ഹിന്ദു വിഭാഗത്തെയാണ് പോളറൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് നിലവിലെ സാഹചര്യത്തിൽ JDU ഇല്ലാതെ തന്നെ ലഭ്യമാകുന്നു. പിന്നെ ഈ കാലുമാറ്റക്കാരനായ നിതീഷ് കുമാറിനെ കൊണ്ട് BJPക്ക് എന്ത് ഗുണം? ശ്രീ നികേഷ്, ഒന്ന് ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ 2-3 ദശാബ്ദക്കാലമായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ ഭാഗമായിരുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുക എന്നുള്ളത്. അത് ഞങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കുകയോ അത് ഏതെങ്കിലും ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രം പറയുകയല്ല. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യമായതോടുകൂടി ഇത്രയും കാലമായിട്ട് കോൺഗ്രസിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റുകളിലുമൊക്കെ നിന്ന വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ, അത് ഏത് വിശ്വാസികളാണെങ്കിലും വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, ഒരു മുദ്രാവാക്യം BJP ഉയർത്തിയാൽ അത് എത്ര ദശാബ്ദം കഴിഞ്ഞിട്ടാണെങ്കിലും ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള പാർട്ടിയാണ് BJP എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ മറ്റൊന്ന്, താങ്കൾ മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യയിൽ 50% വരുന്ന സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ NDA സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ബീഹാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തു കൂടി രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നാൽ ഇന്ത്യയിൽ 60% വരുന്ന ഭൂവിഭാഗങ്ങൾ BJPയോ BJPയുമായിട്ട് സഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോ ഭരിക്കുന്ന
ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. വേറൊന്ന്, ഇന്ത്യയിലെ എം പിമാരുടെ കണക്ക് പ്രകാരം 55.8% എം പിമാർ ബി ജെ പിയുടെ 303 എം പിമാരെന്ന് പറയുന്ന 55.8% ഇന്ത്യൻ പാർലമെൻറ്റിലെ എം പിമാരാണ്. എൻ ഡി എ സഖ്യത്തിന് 65.2% എം പിമാരുണ്ട്. അപ്പോൾ ബീഹാറിലും ബി ജെ പി ആണ് ഏറ്റവും വലിയ ശക്തി പാർലമെൻറ്റിൽ. അവിടെ ജെ ഡി യു ആർ ജെ ഡി ഒ ഒന്നുമല്ല, ബി ജെ പി ആണ് ഏറ്റവും വലിയ ശക്തി പാർലമെൻറ്റിൽ. അപ്പോൾ അത് ബീഹാറിൽ മാത്രമല്ല, കർണാടകയിലാണെങ്കിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലും കർണാടകയിലും അതുപോലെ ബീഹാറിലും ഉൾപ്പെടെ അസംബ്ലിയിൽ ബി ജെ പി പുറകിലാണെങ്കിലും പാർലമെൻറ്റിൽ ബി ജെ പിയാണ് ഏറ്റവും കൂടുതൽ എം പിമാരെ ജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബീഹാറിൽ ഞങ്ങളുടെ ഈ പാർലമെൻറ്റ് ഇലക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഭീഷണിയൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് നികേഷ്. ഞങ്ങൾക്ക് 400 എം പിമാരെ വിജയിപ്പിക്കുക, 3/2 ഭൂരിപക്ഷത്തിലോടുകൂടി അധികാരത്തിൽ വരിക. ഈ രാജ്യത്ത് ഞങ്ങൾ 10 വർഷമേ ആയിട്ടുള്ളൂ നിരന്തരമായി ഭരിച്ചിട്ട്. ഞങ്ങൾക്ക് ഈ ഭരണം ഒരു നൂറ്റാണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ 2047 ആകുമ്പോൾ വികസിത ഇന്ത്യയാക്കണം. ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കണം. ഞങ്ങളുടെ പാർട്ടി ഇനിയും ഒരു 50 വർഷം ഭരിക്കണം. ഇത്തരത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ബി ജെ പി പോകുന്നത്. ബി ജെ പിക്ക് കേവലമായ ഇപ്പോൾ വരുന്ന 3 മാസത്തിന് ശേഷം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ്, 1.5 വർഷത്തിന് ശേഷം നടക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള ഈ താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾക്കപ്പുറത്ത് ബി ജെ പിക്ക് ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ബി ജെ പിയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, രാജ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഉയർച്ചയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, ഭാവി തലമുറയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ദീർഘവീക്ഷണമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രക്രിയയിലൂടെ ബി ജെ പിയിലേക്ക് ഈ ചെറു നദികൾ മഹാസമുദ്രത്തിലേക്ക് വന്നു പതിക്കുന്നത് പോലെ ഇതെല്ലാം ബി ജെ പിയിലേക്ക് സ്വാഭാവികമായിട്ട് വന്നെത്തും. കാരണം ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും ഇങ്ങനെയുള്ളൊരു നേതൃത്വവും ഇത്രയും സുസംഘടിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും സുസംഘടിതമായിട്ടുള്ളൊരു മുന്നണിയും ബി ജെ പി നേതൃത്വം നൽകുന്നതല്ലാതെ ഇന്ത്യയിൽ മറ്റൊന്നുമില്ല എന്നുള്ള ബോധ്യവും കൂടി ഉള്ള സാഹചര്യത്തിലാണ് ഈ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദയവായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, ഒരു ഘട്ടത്തിൽ 2014 അധികാരമേൽക്കുമ്പോൾ എൻ ഡി എ മുന്നണി സുശക്തമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളൊക്കെ തന്നെയും ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്നു. ബി ജെ പിക്ക് അവരെ ആവശ്യമായിരുന്നു. പിന്നീട് ബി ജെ പിക്ക് മനസ്സിലായി ബി ജെ പിയുടെ രാഷ്ട്രീയം ആളുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾ പറയുന്നത് വലിയ നിലയിൽ ഗൗരവത്തിലെടുക്കാതായി എന്നുള്ളതാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തോടുകൂടി ബി ജെ പി അപകടം മനസ്സിലാക്കുകയും ഉടനെ എൻ ഡി എ മുന്നണിയെ ഒരു 38 പാർട്ടികളുടെ മുന്നണിയായി തട്ടിക്കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നിതീഷ് കുമാർ അടക്കമുള്ളവർ എൻ ഡി എയിലേക്ക് ചേരുകയാണ് എങ്കിൽ അത് പഴയ നിലയിൽ സുശക്തമായിട്ടുള്ളൊരു മുന്നണിയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒരു ഭാഗത്ത് വളരെ ഫനാറ്റിക്കായിട്ടുള്ളൊരു സമൂഹമാണ് നിൽക്കുന്നത്, തീവ്ര ഹിന്ദുത്വ നിലപാട്. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ 1991 നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം, ഒരു വിഭാഗം ജനങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിരുന്നു അത്. മറ്റൊരു ഭാഗത്തേക്ക് ബി ജെ പി അൺടച്ചബിളായി തുടർന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. ഇപ്പോൾ വീണ്ടും ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയൊക്കെ കാര്യത്തിനകത്ത് ഒരു വലിയ വിഭാഗം മതേതര സമൂഹം എതിർഭാഗത്തില്ലേ? അവരുടെ കൺസോൾട്ടേഷൻ ഇനിയും സാധ്യമല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുച്ച് ബിഹാറിലൂടെ ബംഗാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മതേതര സമൂഹം അവിടെ ഉണ്ട്. അത് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിൽ ഒരു ചെറിയ പരിച്ഛേദം നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ പറയുന്ന വലിയ സമൂഹത്തിന് ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലേ? അവർ എന്തും നടന്നുകൊള്ളട്ടെ ഈ രാജ്യത്ത് എന്നുള്ള നിലപാടാണോ എടുക്കുക? നല്ലൊരു മതേതര സംസ്കാരവും ഒരു മതേതര സമൂഹവും ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരിലാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അവരിലൂടെയാണ് നമ്മുടെ ജനാധിപത്യം നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടതും. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ. അവിടെയാണ് ഈ മുന്നണികൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, അവയുടെ ഏകോപനം, അവയുടെ തന്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയാണല്ലോ മുന്നണി ഉണ്ടാക്കുന്നതിന് അതിനു വേണ്ടിയല്ലേ.
NDA എന്ന വാസ്തവത്തിൽ അത് ഒരു നാമാവശേഷമായി പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പുനർജനിപ്പിക്കുന്ന സാഹചര്യം, അതിലേക്കാണ് ആളുകളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ നിതീഷ് കുമാറിനെ പോലെയുള്ളവർ ചേരാൻ പോകുന്നത് ആ മുന്നണിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നണി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചെറുതും വലുതുമായ സ്വാധീന ശക്തി ഉള്ളവരും ഇല്ലാത്തവരെയും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു മുന്നണിയായി അവർ NDA വികസിപ്പിക്കുന്നു. ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ സമുദ്രത്തിലേക്ക് ചെറുനദികൾ വന്ന് പതിക്കുന്നത് പോലെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ഏറെക്കുറെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവിടെ ഇപ്പുറത്ത് വലിയ വിഭാഗം തന്നെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളിൽ തന്നെ, ആ ഹിന്ദു സമൂഹത്തിൽ തന്നെ ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ചെയ്തിട്ടും പറഞ്ഞിട്ടും BJPക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തത്. പക്ഷെ അവരെ സംയോജിപ്പിച്ചുകൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട്, അവരുടെ ആ ശക്തി സമാഹരിച്ചുകൊണ്ട്, നമുക്ക് നമ്മുടേതായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള സംവിധാനം എവിടെ? ആ സംവിധാനം, ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട സംവിധാനം, അത് ഇപ്പോൾ ഏതാണ്ട് നിർജീവമായിരിക്കുകയാണ്. ഇനി എങ്ങോട്ട്? ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കൊണ്ട് മാത്രം അതിനൊരു പുനർജീവനം ഉണ്ടാകുമോ? എനിക്കറിയില്ല. വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ അത്ര ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രതീക്ഷയോടെ ആ വാക്കുകൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന വലിയ ഒരു പ്രതിബന്ധമായി നിതീഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം മാറിയിട്ടുണ്ട്. ഡോക്ടർ വർഗീസ് ജോർജ്, അവസാനമായി ഒപ്പം ചേർക്കാൻ കഴിയുന്നവരെ ഒപ്പം ചേർക്കുക. നിതീഷ് കുമാറിനെ ഒപ്പം ചേർക്കാൻ കഴിയുമോ? ഒപ്പം ചേർക്കുക. പിളർത്തി സ്വന്തമാക്കാൻ കഴിയുന്നവരെ പിളർത്തി സ്വന്തമാക്കുക. NCPയെയും ശിവസേനയും പിളർത്തി സ്വന്തമാക്കി. JDSനെ ഒപ്പം നിർത്തി. ഇതൊക്കെ ഈ പറയുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒറ്റക്ക് നിർത്തി വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ബംഗാൾ പോലുള്ള 42 ലോക്സഭാ സീറ്റുള്ള ഒരിടത്ത് 18 സീറ്റ് BJPക്ക് അവിടെയുണ്ടല്ലോ, അത് നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അവിടെ മമതയെ ഒറ്റക്ക് നിർത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ ലെഫ്റ്റ് കോൺഗ്രസ് സഖ്യത്തിനും മമതയ്ക്കും കിട്ടുന്ന വോട്ടുകൾ രണ്ടും മതേതര വോട്ടുകളാണ്. അത് സ്പ്ലിറ്റ് ചെയ്താൽ BJPയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ BJPക്ക് ഈസിയായി ജയിച്ചു വരാൻ കഴിയുമെന്നുള്ളത്. ഇതാണ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ പിന്നെ ഈ പറയുന്ന ആളുകൾ യാതൊരു വ്യക്തിത്വം ഇല്ലാത്തവരാണോ? ഇവർ ഈ പറയുന്ന പൊളിറ്റിക്സൊക്കെ പറഞ്ഞ് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ NDA സഖ്യത്തിലേക്ക് തിരികെ പോകുന്നു, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ സ്ട്രാറ്റജിയിലേക്ക് വീണു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഈ പറയുന്ന ജനാധിപത്യ സോഷ്യലിസ്റ്റ് വാദികളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കൂട്ടരായി മാറിയിട്ടുണ്ടോ ഡോക്ടർ വർഗീസ് ജോർജ്? നികേഷ് സാറേ, അതിനു മുമ്പ് സുരേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുരേഷ് പറയുന്ന അടുത്ത അരനൂറ്റാണ്ട് കാലം ഞങ്ങൾക്ക് ഭരിക്കും, ഞങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇവർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. 18 കോടി മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയുടെ ക്യാബിനറ്റിൽ 75 പേരുള്ള ക്യാബിനറ്റിൽ അതിൽ 35 പേര് പ്രധാന ക്യാബിനറ്റ് അംഗങ്ങൾ. ഒരു മുസ്ലിം ഉണ്ടോ? 18 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു മുസ്ലിം ഉണ്ടോ? 402 പേരെ UP അസംബ്ലി മത്സരിപ്പിച്ചു, ഒരു മുസ്ലിമിനെ മത്സരിപ്പിച്ചോ? 202 പേരുള്ള കർണാടക അസംബ്ലിയിൽ ഒരു മുസ്ലിമിനെ മത്സരിപ്പിച്ചോ? ഏത് തരത്തിലുള്ള ഇന്ത്യയാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്ന അടുത്ത അരനൂറ്റാണ്ട് കാലത്ത്? ഇന്നലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ പിറ്റേന്ന് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ കുരിശിൽ BJPയുടെ കൊടി കൊണ്ട് കെട്ടിയില്ലേ? ഏത് തരത്തിലുള്ള ഇന്ത്യയാണോ? ഇൻക്ലൂസീവ് ഇന്ത്യയാണോ? ദി മജോറിറ്റി കമ്മ്യൂണിസം ഹാസ് ബിക്കം ദി ഐഡിയോളജി. ഭൂരിപക്ഷ വർഗീയത രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയ ഒരു ഇന്ത്യയാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഒരു സെക്കൻഡ് BJPയുടെ കൊടിയല്ല, അല്ലെങ്കിൽ RSSന്റെ കൊടി. ശ്രീരാമന്റെ ചിത്രം ആലേഖനം ചെയ്ത കാവിക്കൊടി എന്ന് പറയാം. RSSന്റെ കൊടിയോ അല്ല, BJPയുടെ ആലേഖനം ചെയ്ത കൊടിയാണ്. RSSന്റെ കൊടിയോ അല്ല, BJPയുടെ കൊടിയോ അല്ല. BJPയുടെ കൊടിയല്ല, അത് കാവിക്കൊടി തന്നെയാണ്. അല്ല, അതിലേക്കല്ല ഞാൻ പറഞ്ഞത്. ആ നിസ്സാര കാര്യങ്ങളിലേക്കല്ല, കൊടിയുടെ നിറം നോക്കിയല്ല. അതിന്റെ ഒരു ഐഡിയോളജി, അതിന്റെ പൊളിറ്റിക്സും സുരേഷ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ സുരേഷ് പറയുന്ന ഒരു ചരിത്രബോധം ഇല്ലാതെയാണ്. അരനൂറ്റാണ്ട് കാലം, അടുത്ത 50 വർഷം ഇന്ത്യ ഭരിക്കുമത്ര, അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു പാർട്ടി. മുസോളിനി 50 വർഷം ഭരിക്കുമെന്നും പറഞ്ഞാണ് വന്നത്. ആ മുസോളിനി 8 വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തല്ലിക്കൊല്ലുക ചെയ്തത്. ഹിറ്റ്ലർ 10-20 വർഷം ഞാൻ ഭരിക്കുമെന്നും പറഞ്ഞാണ് വന്നത്. ആ ഹിറ്റ്ലർ കാമുകിയോടൊപ്പം അണ്ടർഗ്രൗണ്ടിൽ പോയി ആത്മഹത്യ ചെയ്തു.
സുരേഷ്, ചരിത്രം എപ്പോഴും ഡൈനാമിക്കാണ്. ഇന്ദിരാഗാന്ധിക്ക് 430 ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് തൊട്ട ഇലക്ഷനിൽ പരാജയം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് പോളിറ്റിക്സ് എപ്പോഴും ഡൈനാമിക്കാണ്. ഞങ്ങൾ അടുത്ത അരനൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ചരിത്രബോധമില്ലാത്ത വസ്തുത തന്നെയാണ്. രണ്ടാമത് നികേഷ് സാർ പറഞ്ഞത് ഈ സോഷ്യലിസ്റ്റ് ആശയക്കാരുടെ ഈ ചാഞ്ചാട്ടത്തെ അവസാനത്തെ ഊഴമായതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് പ്ലീസ്. ഇവിടെ നികേഷ് സാറും അതുപോലെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽ മഹാഭൂരിപക്ഷം പേര് 99% ഒരു മിനിറ്റ് അല്ല പറഞ്ഞു വർഗീസ് ജോർജ് പറഞ്ഞു ഇവിടുത്തെ ഹിന്ദു സമുദായത്തിലെ 99% ആളുകളും മതനിരപേക്ഷവാദികളാണ്, കടുത്ത മതേതരവാദികളാണ്. ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞ പോലെ ആ മതേതരവാദികൾ, ഇവിടുത്തെ ഹിന്ദുത്വയിൽ ഉൾപ്പെടാത്ത ദളിതുകൾ, പിന്നോക്കക്കാർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, ഇവരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ മുന്നണിയാണ് ഈ ഐഡിയോളജിയിലൂടെ ഇന്ത്യ മുന്നണി ഐഡിയോളജിയോട് ഞങ്ങൾ പക്ഷെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് ഓരോ നിമിഷവും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ അടക്കമുള്ളവർ. വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് ആർക്ക്? മതേതര പക്ഷത്തിന് വിശ്വസിക്കാൻ കൊള്ളാത്ത നമുക്കിവിടെ ഇടതുപക്ഷമോ അല്ലെങ്കിൽ RJD ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിൽ നമുക്കൊരു കക്ഷിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുക RJD ആണ്, താങ്കൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്ന പാർട്ടി. അതിനപ്പുറത്തേക്ക് വേറൊരാൾക്ക് ഒരു BJP വിരുദ്ധതയില്ല. ഒരു ഇപ്പുറത്ത് ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി വർഗീയത പറയുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് ലക്ഷ്യബോധം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? അല്ല നികേഷ്, ഇത്തവണ ഇന്ത്യ ബ്ലോക്ക് മുന്നണി കൂടിയപ്പോൾ അവർ കേവല സീറ്റ് ഷെയറിംഗ് മാത്രമല്ല, ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ദളിതന്റെ മേലും ദരിദ്രന്റെ മേലും മഹാഭൂരിപക്ഷം പേര് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ആദിവാസികളുടെയും മേൽ നടക്കുന്ന ആക്രമണങ്ങൾ അത് തന്നെയാണ് പ്രധാന ഇന്ത്യ. എത്ര കണ്ട് പ്രതിജ്ഞാബദ്ധമാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഏതായാലും ആഴ്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, മാസങ്ങളെന്ന് പോലും പറയാനാകില്ല. ഏപ്രിൽ 16 തെരഞ്ഞെടുപ്പ് നടന്നേക്കാം എന്നുള്ള സൂചന ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി 2 മാസം മാത്രമാണ് ബാക്കി. അതിനിടയിലാണ് നിതീഷിൻ്റെ മറുകണ്ഠം ചാടൽ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നന്ദി അഡ്വക്കേറ്റ് സുരേഷ്, ഒപ്പം തന്നെ ഡോക്ടർ വർഗീസ് ജോർജ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.